നിങ്ങൾക്കറിയോ നമ്മളെ കാലിലോട്ടുള്ള വേദന അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഷിയാട്ടിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മുടെ കാലിലോട്ട് രക്തയോട്ടം കുറഞ്ഞിട്ട് വേദന ഉണ്ടാവുക അത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത് പെരിഫറൽ അല്ലെങ്കിൽ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് PAD. പല ഡിസീസ് ഉണ്ട്. പെരിഫറൽ ഒക്ലൂസീവ് വീനൽ ഡിസീസ്, പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് എന്നൊക്കെ പറയും. ഇതെന്താണ് ആക്ച്വലി? നമ്മളെ കാലിലോട്ട് ഇപ്പം നമ്മൾ ഹാർട്ടിലോട്ട് രക്തോട്ടം പോകുന്ന ധമനികൾ ബ്ലോക്ക് ആയാൽ പറയും കൊറോണറി ആർട്ടറി ഡിസീസ്. നമ്മുടെ ഹാർട്ടിൻ്റെ ധമനികളൊക്കെയാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുക. അതിന് ബ്ലോക്ക് ആകുന്ന എന്താ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബ്ലോക്ക് ആവുക, അതിൽ പ്ലാക്ക്. അതായത് നമ്മൾ പോകുന്ന ഈ രക്തക്കുഴലുകൾ ധമനികൾ എന്ന് വെച്ചാൽ ഒരു പൈപ്പാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പൂന്തോട്ടമുണ്ട്, അവിടേക്ക് ഇങ്ങനെ വെള്ളം തളിക്കുന്ന പൈപ്പാന്ന് വെച്ചോ. ആ പൈപ്പുകൾ സാധാരണ രീതിയിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പൈപ്പാണ്, നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന പൈപ്പാണ്, നല്ല വെള്ളം അതിന് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് അത് നല്ല വൃത്തികേടായിട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ നല്ല ചെളിയിലെല്ലാം ഉപയോഗിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെളി പിടിച്ചിട്ട് സ്പീഡ് കുറയും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് പിടിച്ച് സ്പീഡ് കുറയും. ഇത് തന്നെയാണ് നമ്മുടെ രക്തക്കുഴലുകളിൽ സംഭവിക്കുന്നത് എല്ലാ സ്ഥലത്തും. മെയിനായിട്ട് നമ്മളെ കാല്, ഇപ്പോൾ ഹാർട്ട് കഴിഞ്ഞാൽ കൊറോണറി ആർട്ടറീസ്, അതേപോലെ കാല് വരുന്നതാണ് കാലിലോട്ട് രക്തം കുറയുക, പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. നമ്മൾ പ്രത്യേകിച്ചും ആർട്ടീരിയൽ ധമനികളിൽ, നമ്മളെ രക്തം പോകുന്ന ധമനികളിൽ ബ്ലോക്ക് ആവുക, ഒന്നുകിൽ അതിൽ പ്ലാക്ക്, അതിൻ്റെ ഉള്ളിൽ ആ പൈപ്പിൻ്റെ ഉള്ളിൽ ധമനികൾക്ക് ഉള്ളിൽ അടിഞ്ഞുകൂടുക. മെയിനായിട്ട് അതിൻ്റെ കാരണം നമ്മളെ കൊളസ്ട്രോൾ പ്ലേക്കുകൾ അടിഞ്ഞുകൂടുകയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണം വെച്ചാൽ സ്മോക്കിങ്. നമ്മളെ പുക വലിച്ച ഉടനെ ഉണ്ടാവില്ല, കുറേ സ്ഥിരമായിട്ട് ഭയങ്കരമായിട്ട് ക്രോണിക് സ്മോക്ക് ചെയ്യുന്നവർക്കെല്ലാം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്ത് കുറച്ച് വർഷങ്ങൾ ഈവൻ നിർത്തിയിട്ട് ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. ഒരു പറയും വന്നിട്ട് നിർത്തിയിട്ട് കുറേ വർഷമായി നിർത്തിയിട്ട്, പക്ഷേ ഇപ്പോഴാണ് അസുഖം വന്നത്. അതാണ് പറഞ്ഞത്, നമ്മൾ ഇന്ന് വലിച്ച് അങ്ങനെ പുക നമ്മളെ ആർട്ടറി വാളിനൊക്കെ വീക്കാക്കി അവിടെ എല്ലാം അടിഞ്ഞുകൂടി പ്ലേക്കായിട്ട് വന്ന് എടുക്കാൻ ഒത്തിരി സമയമെടുക്കും. ഇന്ന് വലിച്ചാൽ നാളെ ബ്ലോക്ക് വരില്ല, മെല്ലെ വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ടേ ബ്ലോക്ക് ചെയ്യുന്നത്. ഇതിനാണ് പെരിഫറൽ ആർട്ടീരിയൽ ഓർ വീനസ് ഒക്ലൂസീവ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ കാലിലോട്ടുള്ള നരമ്പ്, അതായത് വെസൽസ്, രക്തധമനികൾ ബ്ലോക്ക് ആക്കുമ്പോൾ നമ്മളെ കാലിലുള്ള മസിലുകൾ, എല്ലുകൾ, അതേപോലെ ഫേഷ്യകൾ, സ്കിന്നുകൾ, ഇവർക്കൊക്കെ രക്തം ഭയങ്കര ആവശ്യമാണ്. നമ്മുടെ ഈ രക്തക്കൊഴലുകൾ എന്താ, നമ്മൾ കാലിലൊരു മുറിയാവുമ്പോൾ ചെറിയൊരു കട്ടായി തന്നെ അപ്പം തന്നെ രക്തം വരുന്നത് എന്താ, അത്രയും ബ്ലഡ് സപ്ലൈ നമുക്ക് വേണം. അവിടെ ഓരോ മസിലിനും ഓരോ ഞരമ്പിനും ഓരോ ഫേഷ്യക്കും ഓരോ സ്കിന്ന് ലെവലിനൊക്കെ രക്തം വേണം. അതിന് കാപ്പിലറീസ് ഉണ്ട്, വെന്യൂൾസ് ഉണ്ട്, രക്തധമനികളുണ്ട്. ഇത് പ്രത്യേകിച്ചും മേജർ ആർട്ടറി, കാലിൻ്റെ താഴേന്ന് മുതൽ വേലോട്ട് വരെയുള്ള എവിടുന്നാണെങ്കിലും രക്തധമനികളായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൽ ബ്ലോക്ക് വന്നാൽ ആ മസിലിന് അല്ലെങ്കിൽ കാലിൻ്റെ ബോണുകൾക്ക് അല്ലെങ്കിൽ ലിഗമെൻസിനൊന്നും രക്തം കിട്ടുന്ന അവസ്ഥ കുറയും. അപ്പോൾ സാധാരണ രീതിയിൽ അതിനെല്ലാം ഡാമേജ് വരും. ഇതിനാണ് നമ്മൾ കാലിലോട്ടുള്ള രക്തക്കൊഴലുമായുള്ള കടച്ചിൽ വേദന എന്ന് പറയാം. ഇത് സാധാരണ രീതിയിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലവർ വിചാരിക്കും നമ്മൾ ഡിസ്കൗണ്ടുള്ള ഷിയാറ്റിക്ക വേദനയാണ്. പക്ഷേ ഷിയാറ്റിക്ക വേദന ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് ഡെർമറ്റോമ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഒന്ന് സൈഡിലൂടെ ബാക്കിലൂടെ ഒരു ഇതായിരിക്കും, കുറേ നേരം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുനിയുമ്പോഴൊക്കെ ആയിരിക്കും ആ വേദന കൂടുതൽ. പക്ഷേ ഈ വേദനയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈ വേദന ക്ലോഡിക്കേഷൻ പെയിനായിട്ട് വരിക. ക്ലോഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നടക്കുമ്പോൾ എന്ത് വേണം, നമ്മളെ കാലിൻ്റെ മസിലൊക്കെ നല്ല വർക്ക് ചെയ്യണം, ലിഗമെൻ്റ് വർക്ക് ചെയ്യണം, സ്കിന്നിനൊക്കെ സ്റ്റിമുലേഷൻ കിട്ടും. ഈ നടക്കുമ്പോൾ കുറച്ച് നടന്നപ്പം അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ബ്ലോക്കായി, രക്തക്കൊഴലുകൾക്ക് പ്ലേക്ക് വന്നുകൊണ്ട് ബ്ലോക്കായി. ഈ രക്തക്കൊഴലുകൾക്ക് ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ നമുക്ക് വേദന വരും. അതായത് നമ്മളെ ബോഡി മസിൽസ് കരയാണ്, ദ ക്രൈയിങ് ഓഫ് മസിൽസ് ആൻഡ് നെർവ്സ്. നമുക്ക് വേദന വരും. അതിൻ്റെ എഫക്റ്റാണ് വേദന എന്ന് പറയുന്നത്. അതായത് ആവശ്യമുള്ള രക്തം കിട്ടുന്നില്ല, ആവശ്യമുള്ള ന്യൂട്രിയൻസ് രക്തം വൈകി വരുന്നില്ല, ആവശ്യമുള്ള മിനറൽസ് ഒന്നും രക്തം വൈകി വരുന്നത്. അപ്പോൾ വേദന എടുക്കും. അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുത്താൽ അല്ലെങ്കിൽ 2 മിനിറ്റ് ഇരുന്നാൽ ചിലപ്പോൾ വേദന കുറയും. വീണ്ടും നടന്നാൽ വീണ്ടും വേദന വരും. ഇത് സ്പെഷ്യൽ. കാല് മൊത്തം വരും, അതായത് ഏതെങ്കിലും ഒരു ഭാഗമൊന്നുമില്ല, കാല് മൊത്തം ഒരു കടച്ചിലും വേദനയും മിക്ക ആളുകൾക്കും വരും. ഇതിനാണ് ക്ലോഡിക്കേഷൻ പെയിൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്. പിന്നെ റെസ്റ്റിംഗ് പെയിൻ, മെല്ലെ വെറുതെ ഇരുന്നാലും കടഞ്ഞാലൊക്കെ, പ്രത്യേകിച്ച് രാത്രിയൊക്കെ അങ്ങനെ പുകച്ചിലും കടച്ചിലും വരിക. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. നമ്മളെ ഇപ്പോൾ യൂറിക് ആസിഡുള്ള ആളുകൾക്ക് വരാം ഇങ്ങനത്തെ വേദന. പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതി, ഈ ഷുഗർ കാരണം ആളുകൾക്ക് വരാം.
അതേപോലെ തന്നെ ഡിസ്ക് പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേക വേദന ഉണ്ടാവും. നടന്നാൽ കൂടും, എടുത്ത 1 മിനിറ്റ് റെസ്റ്റ് വീണ്ടും നടന്നാൽ കൂടും. അതായത് നമ്മൾ മസിലിനെല്ലാം വർക്ക് ചെയ്യുന്ന ആവശ്യം വരുമ്പോൾ വേദന കൂടുക, കാരണം ബ്ലഡ് സപ്ലൈ കൂടുക. വേറൊരു കാരണം വെച്ചാൽ നമ്മൾ കാലിലൊക്കെ തണുത്തിരിക്കുക. നമ്മൾ കാൽമ തൊടുമ്പോൾ ഉള്ള ഒരു ചൂട്, നമ്മളിപ്പോൾ കൈമ തൊടുമ്പോൾ ഉള്ള ചൂടൊന്നും കാൽമ ഉണ്ടായിരിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളെ കാലിൻ്റെ സ്കിന്നിനൊന്നും അത്ര ബ്ലഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് റിട്ടേൺ പോകുന്നില്ല, കാരണം രക്തക്കുഴൽ ബ്ലോക്കായിട്ട്. അതുകൊണ്ട് തന്നെ കാൽ തണുത്തിരിക്കും. ചില ആൾക്ക് കാലിൻ്റെ കളറ് മാറും, സ്കിന്നിൻ്റെയൊക്കെ കളറ് മാറും. ഇത് ഷുഗർ ഉള്ളവർക്കും വരാം, ഇതുള്ളവർക്കും വരാം. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. അവിടെ മസിൽ അട്രോഫി വരും, കാരണം ഈ മസിലിനൊന്നും അധികം ബ്ലഡ് എത്താത്തത് കൊണ്ട് മസിൽ ചുരുക്കുക, കടച്ചിൽ വരിക, നഖമെല്ലാം അധികം വിടാതിരിക്കുക, ഇങ്ങനെ ഒത്തിരി സിംറ്റംസ് കാണിക്കും. ഇതെല്ലാം ജനറലൈസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ സാധാരണ ഈ പേഷ്യൻസ് വരുന്നതെന്ന് വെച്ചാൽ കാലിൽ അസഹ്യമായ കടച്ചിൽ. ഇപ്പോൾ ഡോക്ടർ വിചാരിക്കും ഇത് ഡിസ്കിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഷുഗറിൻ്റെ ആയിരിക്കും. പക്ഷേ ഷുഗറിൻ്റെ ആണെങ്കിൽ യൂഷ്വലി 2 കാലിലും വരാറുണ്ട്, ഒരു കാലിൽ മാത്രമായിട്ട് അങ്ങനെ കാണാറില്ല. അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ആണെങ്കിൽ യൂഷ്വലി 2 കാലിലും, മിക്കവാറും ഒരു കാലിലൊക്കെ വരും. അതേപോലെ മറ്റുള്ള അസുഖങ്ങളാണെങ്കിലൊക്കെ വരും. പക്ഷേ ഇത് ഒരു കാലിൽ യൂഷ്വലി ഏതെങ്കിലും ഒരു കാലിൽ കൂടുതലായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കടച്ചിൽ, കുറച്ച് നടന്നാൽ കടച്ചിൽ, റെസ്റ്റ് എടുത്താൽ കുഴപ്പമില്ല. പിന്നെ രാത്രിയൊക്കെ പുകച്ചിൽ, തരിപ്പ് വരിക, അങ്ങനെയൊക്കെ കളറ് മാറുക, തൊടുമ്പോൾ തണുത്ത് പോവുക കാല്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? കാലിലോട്ടുള്ള രക്തോട്ടം കുറയുക എന്നുള്ളതാണ്. ഇത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു അസുഖമാണ്, ട്രീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ യൂഷ്വലി നമ്മളൊരു ഹാർട്ടിലൊക്കെ ബ്ലോക്ക് വന്നാൽ, ഹാർട്ടിൻ്റെ ധമനികൾ ബ്ലോക്ക് ചെയ്യുന്നതല്ല, നമ്മളെന്ത് ചെയ്യും? ഗുളിക കഴിക്കും. ചെറിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഗുളിക കഴിക്കും. നല്ല ബ്ലോക്കാണെങ്കിൽ അതിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. സെയിം ആണ് ഇവിടെയും ചെയ്യുന്നത്. അവിടെ സെൻട്രലായിട്ടുള്ളൊരു ആർട്ടറിയാണ്, ഇവിടെ പെരിഫറലായിരുന്നു. നമ്മൾ ചെറിയ ഗുളികയാണെങ്കിൽ നമ്മൾ ചെറിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ബ്ലോക്ക് നമുക്ക് മനസ്സിലാക്കണം എന്ത് ചെയ്യണം. ഹാർട്ടിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും, അതേപോലെ തന്നെ കാലിലും നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും, അല്ലെങ്കിൽ ഡോപ്ലർ സ്കാനിങ് ചെയ്യും. നമ്മൾ അൾട്രാസൗണ്ട് വെച്ചിട്ട് സ്കാനിങ്, നമുക്ക് എവിടെയൊക്കെ ബ്ലോക്ക്, എത്ര ബ്ലോക്ക്, എത്രത്തോളം രക്തോട്ടം കാലിലോട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ യൂഷ്വലി അത് ചെയ്യുന്നത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് നോക്കും. എവിടെയും നല്ല ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ട് അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്, അവിടെ എന്തോ അടിഞ്ഞു മൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പൈപ്പിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഡ്രെയിനേജിൽ വെള്ളം പോകുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കോലിട്ടാണ്ട് കുത്തി നോക്കും. എന്നിട്ട് പിന്നെ നിന്നില്ലെങ്കിൽ നമുക്കത് ആ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ അഴിച്ചിട്ട് അവിടെ എന്തെങ്കിലും വേസ്റ്റ് അടിഞ്ഞ് ഉണ്ടായിട്ടുണ്ടെങ്കിലും, അങ്ങനെ സാധാരണ ഇത് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയാലും അതിനാണ് ത്രോംബസ് എന്ന് പറയുക. അങ്ങനെ ത്രോംബസ് പോലെയൊക്കെ എവിടെയെങ്കിലും അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതിന് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യണം. CT ആൻജിയോഗ്രാം ചെയ്തിട്ട് എവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് നോക്കണം. യൂഷ്വലി നല്ല ബ്ലോക്ക് ആണെങ്കിൽ വാസ്കുലർ സർജൻസ് അതിന് ത്രോംബെക്ടമി അല്ലെങ്കിൽ അത് റിമൂവൽ ചെയ്യും. ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് എല്ലാം റിമൂവൽ ചെയ്യും, എന്നിട്ട് ബ്ലോക്ക് മാറ്റും. അതേപോലെ തന്നെ താഴെയുള്ള ബ്ലോക്കുകളൊക്കെ ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി, നമ്മൾ ഹാർട്ടിനുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് നമ്മൾ ആ ബ്ലോക്ക് കളഞ്ഞിട്ട് ഒന്ന് ആ വഴി വൃത്തിയാക്കുമ്പോൾ, ആ ധമനികളൊന്ന് വൃത്തിയാക്കുമ്പോൾ തന്നെ രക്തോട്ടം കൂടിയിട്ട് സിംറ്റംസ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഇത് കുറേ ക്രോണിക് ആയിട്ടുള്ള ആളുകൾക്ക് അത് അൾസർ പോലെയുള്ള അസുഖങ്ങൾ, അതായത് നമ്മൾ എവിടെയെങ്കിലും കാലിൻ്റെ അറ്റത്തെല്ലാം, പ്രത്യേകിച്ചും ഈ നമ്മളെ ചെറുവിരൽ, തള്ളവിരലെല്ലാം ആ അറ്റത്തെല്ലാം ചിലപ്പോൾ രക്തം അധികം എത്താത്തതുകൊണ്ട് തന്നെ അവിടെ കറുത്ത് കളറായിട്ട് ഗാംഗ്രീൻ പോലെ അല്ലെങ്കിൽ അൾസർ പോലെ ഉണ്ടായിട്ട് അത് ഉണങ്ങാത്ത മുറിവായിട്ടുണ്ടാവും. അതും ഇതിൻ്റെ ഒരു സിംറ്റംസാണ്. ഷുഗർ ഉള്ളവർക്ക് വരുന്ന പോലെ തന്നെ ഒരു മുറിവുണ്ടായി പെട്ടെന്ന് ഉണങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങോട്ട് ബ്ലഡ് എത്തുന്നില്ല എന്നാണ്. എന്ത് മുറിവ് ഉണങ്ങണമെങ്കിലും അവിടെ ബ്ലഡ് പ്രൊഡക്ട്സ് എത്തിയാലേ അവിടെ മുറിവ് ഉണങ്ങത്തുള്ളൂ. അപ്പോൾ അതും ഇതിൻ്റെ സിംറ്റംസാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നോക്കണം. ചിലപ്പോൾ അത് ഗാംഗ്രീൻ, അതായത് അവിടെ ഫുള്ളായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടാവും, ആ രക്തയോട്ടം എത്താതെ. അപ്പോൾ അങ്ങനത്തെ ഇതിൽ അത് ചിലപ്പോൾ സർജിക്കൽ കറക്ഷന് വേണ്ടി വരും. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത്, ചെറിയ കടച്ചിലിനൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിക്കാം. അതിന് സിലാസ്ട്രോൾ, മറ്റേ ആൻറ്റിപ്ലേറ്റ്ലെറ്റ്, രക്തം കട്ട പിടിക്കാതെ ബ്ലോക്ക് കുറക്കാനുള്ളത്, അതുപോലെ പിന്നെ കൊളസ്ട്രോൾ കുറക്കാനുള്ളത്, അതേപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഏറ്റവും കൂടുതൽ വേണ്ടത്, മിക്ക പേഷ്യൻസ് പറയുന്നത് സ്മോക്കിംഗ് നിർത്തിയിട്ടുണ്ട്, പക്ഷേ അത് നിർത്തിയോണ്ട് കാര്യമില്ല, വീണ്ടും ഇടയ്ക്കിടയ്ക്ക് സ്മോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് കുറയ്ക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എക്സസൈസുകൾ, ഈ സ്റ്റോപ്പ് ആൻഡ് ഗോ പോലെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുക, കാലിലോട്ട് രക്തയോട്ടം കൂടുന്ന രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ മെഡിസിനും കഴിക്കുക. എന്നിട്ടും ശരിയാണെന്നില്ല നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ത്രോംബസ്, എവിടെയാണ് ബ്ലോക്ക് കൂടുതലുള്ളത് ആ ബ്ലോക്ക് കൊടുത്ത് ഒഴിവാക്കേണ്ടി, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ചില ആളുകൾക്ക് നമ്മൾ ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിനിൽ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് നെർവ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ സെൻട്രൽ നെർവ് ബ്ലോക്ക്സ്, ലംബാർ സിമ്പറ്റിക് ബ്ലോക്ക് എന്ന് പറയും. നമ്മളെ കാലിൻ്റെ മസിൽസ് ഉള്ളിൽ പോകുന്ന ഒരുപാട് രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലുകൾ ബ്ലോക്ക് ആകുമ്പോൾ കാലിൻ്റെ
രക്തക്കൊഴലുകൾ ഭയങ്കര ചുരുങ്ങും, താഴെയുള്ള വാൽവുകൾ ചുരുങ്ങും. ഇതിന് ഒരു ഓട്ടോണോമിക് ഒരു ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്. നമ്മളെ രക്തക്കൊഴലുകൾ ചുരുങ്ങുന്നതും വികസിക്കുന്നതൊക്കെ നമ്മളെ കൺട്രോളിലല്ല, അത് ബോഡിയുടെ ഓട്ടോണോമിസിറ്റിയിലാണ്. അതിനെ കൺട്രോൾ കുറയ്ക്കുക, അതായത് രക്തക്കൊഴലുകൾ ചുരുങ്ങിക്കരിക്കുന്ന ഏരിയയിൽ അതിനെ കുറയ്ക്കാനും വേണ്ടി നമ്മൾ ലംബാർ സിംബാറ്റിക് ബ്ലോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ലംബാർ സിംബാറ്റിക് ന്യൂറോളൈസിസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ലംബാർ സിംബാറ്റിക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്നൊക്കെ പറയും. ഇത് ചെയ്താൽ എന്താ മെച്ചം എന്താ വെച്ചാൽ, ഇത് ചെയ്യുമ്പോൾ നമ്മുടെ രക്തധമനികളൊന്ന് വികസിക്കും, അവിടേക്കുള്ള രക്തോട്ടം കൂടും, വേദന കുറയും, ഇതെല്ലാം ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ചെയ്യില്ല. സാധാരണ രീതിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട് രക്തക്കൊഴൽ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ത്രോംബെക്ടമി ചെയ്യണം. എന്നിട്ടും വീണ്ടും അവർക്ക് വേദന വരികയാണ്, കടച്ചിൽ വരികയാണെങ്കിൽ നമുക്കിത് ലംബാർ സിംബാറ്റമി ചെയ്യാം. അല്ലെങ്കിൽ മെഡിസിൻ ഫെയിലായി, ഈ ആൻജിയോപ്ലാസ്റ്റി ഫെയിലായി, വീണ്ടും ബ്ലോക്ക് വന്നു, സർജറി ഫെയിലായി, ഇങ്ങനത്തെ ഉള്ളവർക്കെല്ലാം നമുക്ക് ഈ ലംബാർ സിംബാറ്റമി അല്ലെങ്കിൽ സമ്പാൻ ലിംബാറ്റിക് ന്യൂറോളിസിസ് ചെയ്താൽ ആ രക്തം കോയിലുകളൊന്നും വികസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയുള്ള രക്തോട്ടം കൂടാനും വേദന കുറയാനും ടിഷ്യൂ ജനറേഷൻ, മുറിവുകളെല്ലാം ഉണങ്ങാനുള്ള ചാൻസുകൾ വളരെ കാണാറുണ്ട്. ഇതൊരു പുതിയ ടെക്നിക്കാണ്, പുതിയതായിട്ട് അധികം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻ്റർവെൻഷൻ പെയിനിൽ നമ്മുടെ കാലിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോഴുള്ള അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മെഡിസിനും എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് എടുക്കണം. കാരണം ഇതൊരു കുറച്ചൊരു പ്രശ്നമുള്ള അസുഖമാണ് ഈ കാലിലോട്ടുള്ള രക്തോട്ടത്തിൻ്റെ കുറവായിട്ടുണ്ടാക്കുന്നതാണ്. അത് വീണ്ടും ബ്ലോക്ക് വരാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. കാലിൻ്റെ ഭാഗങ്ങൾ മുറിച്ച് മാറ്റാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതിനൊന്നും ചാൻസ് കൊടുക്കാതെ തന്നെ മെഡിസിൻ കഴിച്ചും എക്സസൈസ് കഴിച്ചും ആവശ്യമായിട്ടുള്ള സർജറി ആവശ്യമുണ്ടെങ്കിൽ സർജറി ചെയ്യുക. വീണ്ടും പെയിൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനിലൂടെയൊക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇത്രയാണ് കാലിലോട്ടുള്ള രക്തോട്ടത്തിൻ്റെ കുറിച്ച് വരുന്ന പെരിഫറൽ ആർട്ടിയറി ഡിസീസ് അല്ലെങ്കിൽ PID കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ടോപ്പിക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.